മതത്തിൽ മനുഷ്യനെ നമ്മളെ പേടി, ഈ രണ്ടാണ് നമ്മുടെ ബേസിക് സോഫ്റ്റ്വെയർ. നമ്മളെ കൊതിപ്പിക്കുമ്പോഴും നമ്മൾ വഴങ്ങും, പേടിപ്പിക്കുമ്പോഴും വഴങ്ങും. അപ്പോൾ കൊതിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മതം ഈ ഷണ്ഡീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ്. മതത്തിനൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല, ഒന്നും നൽകാനും സാധിക്കില്ല, നിങ്ങൾക്കൊരു മുട്ടുപിൻ പോലും നൽകാനും സാധിക്കില്ല. പക്ഷെ വാഗ്ദാനങ്ങൾ ചൊരിയാൻ സാധിക്കും. അതിൻ്റെ ഫലമെല്ലാം അവിടെയാണ്. മനസ്സിലായില്ലേ? AC-യോ അല്ലെങ്കിൽ വൈഫൈയോ ഒന്നും ഇല്ലാത്തൊരു സ്വർഗ്ഗമാണ് മിക്കവാറും മതങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വർഗ്ഗം നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. ചിന്താപരമായിട്ടെങ്കിലും അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. മനസ്സിലായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സഹിഷ്ണുതയുടെ അല്ലെ അവരിനോടുള്ള സമീപനത്തിൻ്റെ ഇതിൽ ഈ വയലൻസ് മുന്നോട്ട് വെക്കുന്ന മതങ്ങൾ പെട്ടെന്ന് കത്തിപ്പടരും. അല്ല, പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടല്ലേ? അല്ല, ഒരു സാഹചര്യത്തിൽ ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഭയക്കുന്ന രണ്ട് സംഗതികൾ ഏതൊക്കെയാണ്? ടു ബി ഫ്രാങ്ക്, ഇഫ് ഐ ആം പെർമിറ്റഡ് ടു ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ടു ബി സിൻസിയർ. ആക്ച്വലി എനിക്ക് അങ്ങനെ ഇവരെയൊന്നും ഭയമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ ഭയക്കണം, ഇസ്ലാമിനെ ഭയക്കണം, BJP-നെയും ഭയക്കണം. ഓക്കെ, BJP അത്ര ഭയക്കുന്നുണ്ടോ? അത്രയും ഭയക്കണ്ട. ഈ രണ്ട് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വൺ ഇസ് എ റിലീജിയൻ, അതർ ഇസ് എ പാർട്ടി. ദേ നോർമലി അതിനുള്ളിലുള്ള ആളുകളെയും, അതായത് ഇപ്പോൾ ഇസ്ലാമിനുള്ളിലുള്ള ആളുകളെയും അല്ലെങ്കിൽ CPM-നുള്ള ആളുകളെയും പുറത്തുള്ള ആളുകളെയും കൺട്രോൾ ചെയ്യുന്നത് ഭയം കൊണ്ടാണ്, ഭയം ഇളക്കി വിട്ടാണ്, വയലൻസ് കാണിച്ചിട്ടാണ്. അപ്പോൾ അതായത് ഭയക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഭയം, they are strong also, these two parties, Islam is strong and the Communist Party is also strong because their ability to unleash violence. സാറിന് പൊതുവെ ആളുകൾ ഒരു മുസ്ലിം വിരുദ്ധനായിട്ട് ചാപ്പ കുത്തുന്നുണ്ട്. അങ്ങനെ അവരോട് എന്താ പറയുന്നത്? ഐ എം നോട്ട് മുസ്ലിം വിരുദ്ധൻ, ഐ എം ഇസ്ലാം വിരുദ്ധൻ. എന്താ വ്യത്യാസം? ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇറ്റ്സ് ഓൾ അബൌട്ട് സോഫ്റ്റ്വെയർ. ഇസ്ലാം ഈസ് എ ടോക്സിക് സോഫ്റ്റ്വെയർ. ഇറ്റ്സ് ടു മേക്ക് യു ഡു തിങ്സ്, അൺതിങ്കബിൾ തിങ്സ് ഇൻ ഇറ്റ്സ് പ്യൂരിറ്റി. നോട്ട് എവരിബഡി ഈസ് ഡൂയിങ് ദാറ്റ്. ആ പിന്നിഞ്ഞ് വലിച്ചൂരി കഴിഞ്ഞാൽ അയാൾ സാധാരണ മനുഷ്യനാണ്. അല്ല, പക്ഷെ അത് ആ പ്യൂരിറ്റി അതിപ്പം സംഘപരിവാറിലാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളിലാണെങ്കിലും വിത്ത് പ്യൂരിറ്റി അപകടകാരികൾ തന്നെയാണല്ലോ. എന്ത് വയലൻസും ചെയ്യാൻ കഴിയുന്നവരല്ലേ? ഓഫ് കോഴ്സ് എല്ലാ മതങ്ങളിലും അത് തന്നെയാണുള്ളത്. ഇതിനകത്ത് ട്രാൻസ്ലേഷൻ റേറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അതായത് ട്രാൻസ്ലേഷൻ റേറ്റ് എത്ര നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, നിങ്ങളുള്ള ഇപ്പോൾ ഈ മതവുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന അല്ലെ മതത്തെ കൂടുതൽ പാലിക്കുന്ന ആളുകൾ, അപ്പോൾ എത്ര കൂടുതലുണ്ട്, അതാണ് ഒരു മതത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത്. അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ബേസിക് ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂറയാണ് ബേസിക്കലി. ക്രിസ്ത്യാനിറ്റിയുടെ അത് തന്നെ, എല്ലാ മതങ്ങളുടെയും അത് തന്നെ. പക്ഷെ അതിൻ്റെ മെമ്പേഴ്സ് അതിനെ എത്രമാത്രം അത് അവർ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളത് ട്രാൻസ്ലേഷൻ റേറ്റ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ സെയിം ചോദ്യം, അതായത് ബേസിക് ടെക്സ്റ്റിൽ നിന്ന് പ്രാക്ടീസിൽ വലിയ മാറ്റം വരുന്നില്ല ഇസ്ലാമിൽ നിന്നാണോ സാർ പറയുന്നത്? ഇസ്ലാമിൻ്റെ കാര്യം പറയുകയാണ്. ഇപ്പോൾ സുജിൻ ചോദിച്ച മുസ്ലിം വിരുദ്ധൻ, മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന സംഗതിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഞാൻ പറയല്ലേ, കാലിനല്ല അടിക്കുന്ന പന്തിനാണ് അടിക്കുന്നത്. ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നൊരു സംഗതി കൊണ്ടുവരിക, കമ്മ്യൂണിസ്റ്റുകാരെ അല്ല എതിർക്കുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് സോഫ്റ്റ്വെയറിന്, ആ സോഫ്റ്റ്വെയർ തെറ്റാണെന്നാണ് പറയുന്നത്. അത് ടോക്സിക് ആണ്, അത് ഫാസിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അല്ല, ഒരിക്കലും ആ മനുഷ്യരെ നമ്മൾ കൂടുതൽ അടുക്കാനായിട്ട് ആ ഒരു സാധനം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് കൂടുതൽ അടുക്കുകയാണ്. അല്ല, ആക്ച്വലി അങ്ങനെയെങ്കിൽ ആ മനുഷ്യരോട് നമ്മൾ കൂടുതൽ അനുകമ്പയാണല്ലോ കൂടുതൽ കാണിക്കേണ്ടത്. കാരണം അവരതിൻ്റെ പ്രിസണേഴ്സ് ആണല്ലോ. ദാറ്റ്സ് എ കറക്റ്റ് പോയിന്റ്, ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അവരോട് നമ്മൾ കൂടുതൽ അടുക്കാനും കൂടുതൽ സ്നേഹിക്കാനും കൂടുതൽ അനുകൂലമായ നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സാധനത്തെ നമ്മൾ റിഫോം ചെയ്യാൻ എന്ന് അവരോട് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു, neither good for you nor for other people, so you have to reform it, you have to revise. പൊതുവെ എല്ലാ മതസ്ഥാപനങ്ങളും ഈ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലാണ്ടാവുമല്ലോ. റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ബേസിക് പരിപാടിയാണല്ലോ. നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചു, മാറ്റത്തിന് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ പരിപാടിയാണ്. അപ്പം
ഈ എന്തുകൊണ്ടാണ് സാറിന് എന്താ വിചാരിക്കുന്നത്, എന്തുകൊണ്ടാണ് മാറ്റം ഉണ്ടാവാത്തത്? ഈ മാറ്റം മതങ്ങൾ മാറുന്നില്ല എന്നുള്ളൊരു അന്ധവിശ്വാസമാണ്. അല്ല, വ്യത്യാസങ്ങളുണ്ടല്ലോ സർ. അതായത് പല മതങ്ങളും, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ചാണ്. ഇസ്ലാം മാറാൻ ഇത്ര മാറാതിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? സിജിൻ, ഫസ്റ്റ് ഓഫ് ഓൾ മതങ്ങൾ മാറുന്നില്ല എന്നുള്ള ഒരു പ്രിമിസിൽ നമുക്ക് തുടങ്ങാൻ പറ്റില്ല. കാരണം മതങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പണ്ടേ ഓരോ നൂറ്റാണ്ടുകൾ വെച്ച് നോക്കുമ്പോഴും മതങ്ങളും മതവിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ നിന്ന് കുറവുണ്ടാകുന്നുണ്ട്, കൂടുതലുണ്ടാകുന്നു, പൊലിമ ഉണ്ടാകുന്നുണ്ട്, എക്സ്റ്റൻഷൻ ഉണ്ടാകുന്നുണ്ട്. മതങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയാം, ഈ മതങ്ങളിലുണ്ടാകുന്ന മാറ്റം സാമൂഹിക മാറ്റവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. സമൂഹം ഒരു എക്സ്പ്രസ് ട്രെയിൻ ആണെങ്കിൽ ഈ മതം ഒരു കാളവണ്ടിയായിട്ട് നിൽക്കുകയാണ്. കാളവണ്ടി മുന്നോട്ടാണ് പോകുന്നത്, പക്ഷേ എക്സ്പ്രസ് ട്രെയിനിൻ്റെ വേഗത അതിനെ ആർജിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ റിഫോർമേഷൻ. ഇപ്പോൾ സെൻറ്റിനൽ ഐലൻഡിൽ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ ജരാവകളെ എടുത്തിട്ട് അവർ തുണിയില്ലാതെ നടക്കുന്നു. ഇപ്പം നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ തുണി ഇല്ലാത്ത നിങ്ങളുടെ ശരീരം കാണുമ്പോൾ ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആവുന്നു, ഇത് വലിയ സംഭവമാണ്, നിങ്ങളൊരു വലിയ നിഷ്കളങ്കതയുടെ പര്യായമാണ്, നിങ്ങളുടെ ആഹാര രീതി, നിങ്ങളുടെ വസ്ത്രധാരണ രീതി, ആചാരം, ഇതെല്ലാം നല്ലതാണ് എന്ന് ഞാൻ അവരോട് പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഒരു ചതിയനാണ്, ഞാനൊരു വഞ്ചകനാണ്. കാരണം ഞാനും എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെ എൻ്റെ മുൻഗാമികൾ ഇതേ അവസ്ഥയിലായിരുന്നു. അവർ അവിടെ നിന്ന് സഞ്ചരിച്ച് ഈ അവസ്ഥയിൽ വന്നിട്ട് എനിക്കിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പം ഞാനുണ്ടാക്കിയ നേട്ടത്തിൻ്റെ ഫലങ്ങൾ ഞാനത് ഭുജിച്ചുകൊണ്ട് ഐ ആം ഈറ്റിംഗ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ സിവിലൈസേഷൻ, ഐ എം ഡിനൈങ് ദ സെയിം ടു ദിസ് പീപ്പിൾ, സെയിങ് ദാറ്റ് യുവർ കറൻറ്റ് സ്റ്റേറ്റസ് ഈസ് എക്സലൻറ്റ്, ഇറ്റ്സ് നോട്ട് എക്സലൻറ്റ്, വി നോ ദാറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ പോയി താമസിക്കണം, അവരുടെ കണക്ക് താമസിക്കണം. ആദിവാസി കുടിൽ, ട്രൈബലുകൾ, നമ്മൾ പോകുന്നില്ല. അപ്പോൾ നമ്മളൊരു വലിയൊരു ആത്മവഞ്ചനയാണ് നടത്തുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ടോക്സിക് സോഫ്റ്റ്വെയർ. നമ്മൾ പറയുന്നത് ഇത് മാറ്റേണ്ടതാണ്, മാറുന്നതാണ് നല്ലത് എന്ന് നമ്മളവരോട് കോൺസ്റ്റൻ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ടീമുകൾ എന്താ ചെയ്യുന്നത്, സോ കോൾഡ് അവർ പറയുന്നത് ഇസ്ലാമിനെതിരെയുള്ള വിമർശനമല്ല, ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിമർശനമാണ്, മുസ്ലിങ്ങളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഇവർ എന്താണ് ഒരു മിർജാഫറിൻ്റെ പണിയാണ് ചെയ്യുന്നത്. ജാഫർ എന്ന് പറഞ്ഞാൽ മിർജാഫർ, എനിക്ക് അറിഞ്ഞൂടാ. മിർജാഫറിൻ്റെ അല്ലേ നമ്മുടെ റോബർട്ട് ക്ലൈവ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ശരി ശരി, ഇംഗ്ലീഷിൽ അതിനെ ഒറ്റെന്ന് പറയും, OATT. ഓക്കെ. അപ്പം അതായത് ഇപ്പോൾ സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിൽ മാറ്റം ആവശ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവരോട് മാറണ്ട എന്ന് പറയുന്നത് ചതിയാണ്. ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇസ്ലാം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ഏത് റിലീജിയനായാലും നിങ്ങളത് സ്റ്റേറ്റസ് കോ മെയിൻ, നിങ്ങളുടെ വികാരം വ്രണപ്പെടും, തുടരുത് എന്ന് നിങ്ങളുടെ അടുക്കെ വന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്ലീസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം ചികിത്സിക്കണ്ട, അല്ല നിങ്ങളുടെ പ്രശ്നം മാറ്റണ്ട, നിങ്ങളായിട്ടിരിക്കട്ടെ, അത് അവന് ഗുണകരമാണ് എന്നാണ് അവൻ സ്ഥാപിക്കുന്നത്. അല്ല, ഇതിൽ ആത്യന്തിക ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഇപ്പം ഞാൻ ഒരു ജസ്റ്റ് ലെറ്റ് മീ ഇൻറ്ററപ്ഷനായിട്ട് എടുക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ പെൺകുട്ടികൾക്ക് പബ്ലിക് വേദിയിൽ വന്നൊരു സമ്മാനം വാങ്ങിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കുറേ ആൾക്കാർ അതിനകത്ത് മൗനം പലിക്കും, കുഴപ്പമില്ല, ചെറിയ പ്രസ്താവനകൾ, നമ്മളതിനെ ഔട്ട്റൈറ്റ് ആയിട്ട് എതിർക്കുന്നു, ഇത് മോശമാണ്, ഇത് ലിംഗനീതിക്കും ആധുനികതയ്ക്കും എതിരാണെന്ന് പറയുന്നു. ഈ മൗനം പാലിക്കുന്നവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്, ആ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഇനി എന്നും അങ്ങനെ തന്നെ മതി, നിങ്ങൾ ഇങ്ങനെ തന്നെ പോയാൽ മതി. ആക്ച്വലി ദേ ആർ ഡൂയിങ് ദ ഗ്രേറ്റസ്റ്റ് ഹാം. കാരണം ഈ മതം സ്വതവേ മാറാൻ സാധ്യതയുണ്ട്, അതിനെപ്പോലും തടസ്സപ്പെടുത്തുകയാണ് ഈ അപ്പീസ്മെൻറ്റ് ചാമ്പ്യൻസ് ചെയ്യുന്നത്. മനസ്സിലായി? ഒരു മതം സ്വയം മാറുന്നുണ്ടല്ലോ, മേ ബി അറ്റ് എ സ്ലോവർ റേറ്റ് ദേ ആർ ചേഞ്ചിങ്. പക്ഷേ ഈ അപ്പീസ്മെൻറ്റും ഈ മൗനാനുവാദവും ഈ പിന്തുണയും സോളിഡാരിറ്റിയും കാരണം വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന മാറ്റങ്ങളെ പോലും അടിച്ചമർത്തിക്കൊണ്ട് മതത്തെ വളരെ മാറാൻ ആഗ്രഹിക്കുന്നവരെ പോലും അത് തടയും. യെസ്, മോസ്റ്റ് റിഗ്രസീവ് ആണ് ഈ റിലീജിയസ് അപ്പീസ്മെൻ്റ് എന്ന് പറയുന്നത്. മോസ്റ്റ് റിഗ്രസീവ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ കരുണ, ദയ, അല്ലെങ്കിൽ ലൈക്ക്, വോട്ട്, അല്ലെങ്കിൽ വ്യൂസ്, ഇതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ആക്ച്വലി യു ആർ ഡൂയിങ് ദ ഗ്രേറ്റസ്റ്റ് ഹാം ടു ദീസ് പീപ്പിൾ ആൻഡ് ടു അതർ പീപ്പിൾ. ഒരു വിശ്വാസ സംഹിതയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിന് എതിരായി വരുന്ന ആർഗ്യുമെൻറ്റ്സ് ഇപ്പം പറയുമല്ലോ, കൊഗ്നിറ്റീവ് ഡിസനൻസ് എന്നൊക്കെ പറയുമല്ലോ, കൺഫർമേഷൻ ബയാസ്, ഇതൊക്കെ നാച്ചുറലാണല്ലോ. ഒരു മനുഷ്യൻ അതിനെതിരെയുള്ള ഒരു ആർഗ്യുമെൻറ്റിനെയും സന്തോഷത്തോടെ സ്വീകരിക്കില്ല. അപ്പം നമ്മൾ പുറത്തു നിന്ന് അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക്
മാറാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ശത്രുവശത്ത് നമുക്കൊരിക്കലും വരാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്ക് എന്ത് തരം നിലപാടാണ് എടുക്കാൻ പറ്റുക? ഇപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറിൻ്റെ വീഡിയോസിൽ ഇസ്ലാമിനെതിരെയുള്ള വീഡിയോസിനൊക്കെ നല്ല റീച്ച് കിട്ടും. കാരണം എന്താ, മറ്റ് മതവിശ്വാസികളും യുക്തിവാദികളും സംഘപരിവാർ അനുകൂലികളും എല്ലാവരും വന്ന് കൈയടിക്കുമല്ലോ. അപ്പോൾ പൊതുവേ ആളുകൾ എന്താ സാറിനെ പറ്റി സംശയിക്കുക? കാരണം ആ കൈയടിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്ന് സംശയിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ ക്ലാരിഫൈ ചെയ്യാൻ സാർ?